പറഞ്ഞാൽ നീർമരുതെന്ന് പറയുന്ന ഒരു ചെടിയാണ്. രക്തസമ്മർദ്ദത്തിനൊക്കെ ഇതിൻ്റെ ഇല ഉപയോഗിക്കാവുന്ന കേട്ടോ. നല്ലൊരു ആയുർവേദ ചെടി കൂടെയാണ്. അതുകൂടാതെ വയ്യം കൈത എന്ന് പറയുന്ന ഒരു അതിസാരത്തിന് ഉപയോഗിക്കുന്നതാണ് ഈ ചെടി കേട്ടോ. ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല ഇതിൻ്റെ പേര്. ഇത് ഇലഞ്ഞി എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ദന്തരോഗങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ചെടി. ഹായ് കൂട്ടുകാരെ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കോന്നി ആനക്കൂടാണ്. അപ്പോൾ ആനക്കൂട്ടിനകത്തുള്ള ഒരു മെഡിസിനൽ പ്ലാന്റേഷൻ, ഒരു ഡെമോൺസ്ട്രേഷൻ പ്ലോട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ അതിനകത്തുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ചിലപ്പോൾ ഒരുപാട് നിങ്ങൾ ഇതുവരെ കാണാൻ അല്ലെങ്കിൽ ചിലപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്ന ടൈപ്പിലുള്ള ഒരുപാട് ചെടികളൊക്കെ കാണാം, നമ്മളുടെ ആയുർവേദ ചെടികളൊക്കെ. അപ്പോൾ അതൊന്ന് കണ്ടുപോകാം. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ രീതിയിൽ എല്ലായിടത്തും കണ്ടുവരുന്നതാണ്. നമ്മുടെ നാടൻ പ്രദേശങ്ങൾ, നമ്മുടെ നാട്ടിൽ നമ്മുടെയൊക്കെ എല്ലാ സ്ഥലങ്ങളിലും കണ്ടുവരുന്നതാണ് ആടലോടകം എന്നാണ് ഇത് നമുക്ക് ആയുർവേദപരമായിട്ടൊക്കെയുള്ള ഒരുപാട് ഉപയോഗങ്ങളുള്ളതാണ്. കഫം, പിത്ത, ശ്വാസകോശ രോഗങ്ങൾക്കൊക്കെ നമുക്ക് ശ്വാസകോശ രോഗങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ആടലോടകം. അതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് അകത്തോട്ട് പോകാം. അപ്പോൾ ഇത് കാഞ്ഞിരാണ് കേട്ടോ. കാഞ്ഞിരം കയ്ക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കും, പക്ഷേ ഇത് ഔഷധ ഗുണം വളരെ ഉള്ളതാണ്. വാതരോഗങ്ങൾക്കായിട്ടൊക്കെ ഉള്ള അതായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് നമ്മുടെ കാഞ്ഞിരം. അതുകൂടാതെ നെല്ലി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എല്ലാ നാടൻ പ്രദേശങ്ങളിലും കാണുന്നത് തന്നെയാണ്. നമ്മൾ കഴിക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കാട്ടുനെല്ലി, അതാണ് നമ്മൾ ഇവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മുടെ ശരീര പുഷ്ടിക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഈ കാണുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അത്തിയാണ്. അത്തി ത്വക്ക് രോഗങ്ങൾക്കൊക്കെ ഉപയോഗിക്കും കേട്ടോ. ഇത് നമ്മുടെ ഇപ്പോഴും എല്ലായിടത്തൊന്നും കാണുന്നതല്ല. ഞാവൽ ഞാൻ മുമ്പ് ഉള്ള വീഡിയോകളൊക്കെ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ ഏകദേശമുള്ള എല്ലാ വീഡിയോയിലും ഞാവലുണ്ടെന്ന് തോന്നുന്നു, ഗാർഡൻ വീഡിയോസിൽ. അതുകൂടാതെ ഇതെന്ന് പറഞ്ഞാൽ കരിങ്ങാരി, നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നതാണ്. കരിങ്ങാരി വെള്ളമൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ്. രക്തശുദ്ധിക്കൊക്കെ ഇത് വളരെ നല്ലതെന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. മുള നമ്മുടെ എല്ലാ വീഡിയോസിലും ഉണ്ടായിരിക്കും, ഗാർഡനിലൊക്കെ ഉള്ളതാണ്. ബാമ്പു, നമ്മുടെ ഗോൾഡൻ ബാമ്പു. അതുകൂടാതെ ഉള്ളത് അരയാൽ എന്ന് പറയുന്ന ഒരു ചെടി, ആൽച്ചെടിയാണ്. പിന്നെ നാങ്ക് എന്ന് പറയുന്ന ഒരു ഐറ്റമാണ്. ഇത് ദഹന സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു ആയുർവേദ ചെടി കൂടിയാണ്. പേരാൽ ത്വക്ക് രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. ഇതിപ്പോൾ സാധാരണയിൽ എങ്ങും അങ്ങനെ കണ്ടുവരുന്നില്ല. പ്ലാഷ് എന്ന് പറയുന്ന ഒരു ഐറ്റമാണ്. ഞാൻ ഇതുവരെ ഇത് കേട്ടിട്ടില്ല. ഇത് വിരശല്യത്തിന് ഉപയോഗിക്കുന്നു. ഇതിൻ്റെ ഇലയാണ് വിരശല്യത്തിൽ ഉപയോഗിക്കുന്നതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൂടാതെ എഴുതിയിട്ടില്ല, എന്താണെന്ന് അറിയത്തില്ല. ആൾക്കാർക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഏതെങ്കിലും നമ്മളെങ്കിലും കൂട്ടുകാർക്ക് അറിയാമെങ്കിൽ ഇതൊന്ന് കമൻറ്റ് ചെയ്തിരുന്നതാണ്. ഇത് അമ്പഴം എന്ന് പറയുന്ന ചെടിയാണ്. വാതരോഗങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ചെടിയാണ് കേട്ടോ. അതുകൂടാതെ കൂവളം ഞാൻ കേട്ടിട്ടുള്ളത് തന്നെയാണ്. കൂവളം എന്ന് പറയുന്നത് വാതരോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന വേര്, ഇല, കായ് ഇങ്ങനെയുള്ളതെല്ലാം ഇത് ആയുർവേദം തന്നെയാണ്. ഇതെന്ന് പറഞ്ഞാൽ നീർമരുതെന്ന് പറയുന്ന ഒരു ചെടിയാണ്. രക്തസമ്മർദ്ദത്തിനൊക്കെ ഇതിൻ്റെ ഇല ഉപയോഗിക്കാവുന്ന കേട്ടോ. നല്ലൊരു ആയുർവേദ ചെടി കൂടെയാണ്. അതുകൂടാതെ വയ്യം കൈത എന്ന് പറയുന്ന ഒരു അതിസാരത്തിന് ഉപയോഗിക്കുന്നതാണ് ഈ ചെടി കേട്ടോ. ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല ഇതിൻ്റെ പേര്. ഇത് ഇലഞ്ഞി എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ദന്തരോഗങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ചെടി. അതുകൂടാതെ ഈ കണ്ടുപിടിക്കുന്ന വെട്ടി എന്ന് പറയുന്ന ഒരു ചെടിയാണ്. മഞ്ഞപ്പിത്തത്തിന് ഉപയോഗിക്കും. അപ്പോൾ എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ് മഞ്ഞപ്പിത്തത്തിന്. ഓക്കെ. അതുകൂടാതെ നമ്മൾ ഇതിനകത്തോട്ട് കാണുന്നത് ഈ ചെടി ഉണ്ടല്ലോ, ഇതെന്ന് പറയുന്നത് പൈൻ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ആസ്മയ്ക്കൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു ചെടിയാണ്. ഇതൊക്കെ നിങ്ങളിത് കണ്ടോളൂ. ഇത് നമ്മൾ സാധാരണ ആസ്മയ്ക്കൊക്കെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഓടി നടക്കുന്നുണ്ട് ആൾക്കാർ. എന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്ന ആൾക്കാർ വരുന്നുണ്ട് ഇതിനായിട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചോദിക്കണം. അങ്ങനെയുള്ള ആൾക്കാർക്കായിട്ടാണ് പറയുന്നത്. ഇവിടെ ആറ്റുവഞ്ചി എന്ന് പറയുന്ന ഒരു ചെടി പനിക്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോഴും പനിക്കാലമാണ്, അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് നോക്കി വെച്ചേക്കുക. പനിക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അതുകൂടാതെ പ്ലാവ് നമ്മുടെ സാധാരണ പ്ലാവാണ്, പക്ഷെ ഇത് ക്യാൻസറിന് നല്ലതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അതിന് കറക്റ്റ് പറഞ്ഞുതരാൻ അറിയത്തില്ല കേട്ടോ. ഇത് ക്യാൻസറിന് നല്ലതെന്നാണ് പറയുന്നത്. അതുകൂടാതെ ഇവിടെ 2-3 ഐറ്റം ചെടിയുണ്ട്. ഇതിൻ്റെ പേരുകൾ ഇവിടെ ഇല്ല, ബോർഡില്ല, അതുകൊണ്ട് നമുക്ക് പറയാനറിയത്തില്ല. അതുകൂടാതെ എരിക്ക് എന്ന് പറയുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലായിടത്തും നമ്മുടെയൊക്കെ നെടുമങ്ങാടൊക്കെ റോഡ് സൈഡുകളിലൊക്കെ ഇത് ഒരുപാട് നിൽക്കുന്നത്. ഇതിൻ്റെ പൂ ഭയങ്കര ഉപയോഗം എന്നാണ് എൻ്റെ അടുത്ത് ഒരാൾ എനിക്ക് പറഞ്ഞു തന്നെ കേട്ടോ. ഈ ശരീരവേദനയ്ക്കൊക്കെ ഉപയോഗിക്കുമെന്ന് പറയുന്നത്. കടമ്പ് നമ്മുടെ പ്രമേഹത്തിന് ഉപയോഗിക്കുന്ന, ഇതിൻ്റെ തൊലി പ്രമേഹത്തിന് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. കടമ്പ് എന്ന് പറയുന്നത് ഇതാണ് കടമ്പ് എന്ന് പറയുന്ന ചെടി. അതുകൂടാതെ തേന്മാവ്, ദന്തരോഗത്തിന് തേന്മാവ് ഉപയോഗിക്കുക. അത് എനിക്ക് നേരത്തെ അറിയാവുന്നതാണ്. നമ്മൾ പല്ല് തേക്ക്, പണ്ട് കാലങ്ങളൊക്കെ പല്ലൊക്കെ തേക്ക് ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. നമ്മുടെ മാവിൻ്റെ ഇല എടുത്ത് ഉപയോഗിക്കാറുണ്ട്. അതുകൂടാതെ കരിമ്പനയുടെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തരുന്നതായിരിക്കും. ഇത് കരിമ്പന, ഇതാണ്. ഇവിടെ ഒരു ചെറിയൊരു തൈ ഉണ്ട് കേട്ടോ. അത് വാതരോഗങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം. അതുകൂടാതെ ഉള്ളതാണ് നമ്മുടെ
ഇലിപ്പ എന്ന് പറയുന്ന ഒരു ചെടി. ഇത് ഇലിപ്പ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല, ഇത് എന്താണ് ഐറ്റം എന്നുള്ളത് അറിയത്തില്ല. പനിക്കാണ് ഇതിൻ്റെ ഇല ഉപയോഗിക്കുന്നത്. അതുപോലെ നറുനീന്തി എന്ന് പറയുന്ന ഒരു ഐറ്റം ഇതാണ്. ഇത് പണ്ട് കാലങ്ങളിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഇതിൻ്റെ കിഴങ്ങൊക്കെ എന്തോ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇത് ചർമ്മരോഗങ്ങൾക്കും രക്തദുഷ്ടി, തേൽ വിഷത്തിനൊക്കെ ഉപയോഗിക്കുക. ഇത് നമുക്ക് ഇത് സർബത്തിനായിട്ട് ഉപയോഗിക്കുന്നതും കൂടെയാണ് നറുനണ്ടി സർബത്ത്. നമ്മളത് അതുകൂടാതെ തന്നെ ഇത് ഒരു വനച്ചെടിയും കൂടെയാണ്. ഇത് വള്ളിച്ചെടി, കറ്റാർ വാഴ ഇവിടെ സാധാരണ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോഴും കണ്ടുവരുന്നതാണ്. എല്ലാ വീടുകളിലും ഉണ്ട് കറ്റാർ വാഴ. ഇത് വ്രണം നമ്മുടെ കേശ സംരക്ഷണത്തിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. സർപ്പഗന്ധി, അത് തന്നെ, ഇതാണ് നമ്മുടെ സർപ്പഗന്ധി എന്ന് പറയുന്ന സാധനം. ഇതാണ് നോക്കി. ഇത് ഉയർന്ന രക്തസമ്മർദ്ദം, പനി, നമ്മുടെ കുടൽ രോഗങ്ങൾ എന്നിവയ്ക്കൊക്കെ ഇതിൻ്റെ വേരുപയോഗിക്കാം. കീഴാർനെല്ലി ഞാൻ ഇതിൻ്റെ വീഡിയോ വേറെ പ്രത്യേകം എടുക്കണമെന്ന് പറഞ്ഞതാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇത് ഒരുപാട് എല്ലാ സ്ഥലങ്ങളിലും കണ്ടുവരുന്ന ഒരു ഐറ്റമാണ് കീഴാർനെല്ലി. ഇത് മഞ്ഞപ്പിത്തത്തിന് ഉപയോഗിക്കും. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിന് ഫലം ഉള്ളതാണ്, എനിക്ക് ഫലം ഉള്ളതാണ്. അതുകൂടാതെ രാമനാമ പച്ച, ഇത് ചുമ, കഫ എന്നിവയ്ക്കൊക്കെ ഇതിൻ്റെ ഇല ഉപയോഗിക്കാം കേട്ടോ. പുന്ന, അതെ, പുന്ന, വാദം, ത്വക്ക് രോഗങ്ങൾ എന്നിവയ്ക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ എണ്ണയാണ്, എണ്ണയാക്കി എടുത്തിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. വാദം കൊല്ലി, അതായത് പേര് പോലെ തന്നെ വാദം, ആസ്മ, ചുമക്ക് എന്നിവയ്ക്കൊക്കെ ഇതിൻ്റെ ഇല ഉപയോഗിക്കാം, ഇതിൻ്റെ ഇല. ഓക്കെ. പിന്നെ അതുകൂടാതെ ചിറ്റരത്ത എന്ന് പറയുന്നത് ചുമ, കഫക്കെട്ട്, ജലദോഷം എന്നിവയ്ക്ക് ഇതിൻ്റെ കിഴങ്ങ് ഉപയോഗിക്കാൻ കഴിയും. പിന്നെ നമ്മുടെ ഇത് നോക്കി, താത്തിരിപ്പൂ, മുഖക്കുരു, അതിസാരം എന്നിവയ്ക്കൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന താത്തിരിപ്പൂ. നീരുറ്റിക്കിഴങ്ങ്, ഇത് നമ്മുടെ പണ്ട് വനങ്ങളിലല്ല നമ്മുടെ നാടൻ പ്രദേശങ്ങളിൽ എല്ലായിടത്തും ഉള്ള ഒരു സാധനമായിരുന്നു ഇത്. പക്ഷേ ഇപ്പോൾ ഇതങ്ങനെ കണ്ടുവരുന്നില്ല, എല്ലായിടത്തൊന്നും ഇല്ല ഈ ഐറ്റം ഇപ്പം. അത് നമുക്ക് കടന്നൽ കുത്തിനൊക്കെ ഇത് വളരെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ചങ്ങലം പരണ്ട എന്ന് പറയുന്നത് കഫം, വാദം, ഒടിഞ്ഞ അസ്ഥികൾ കൂടിച്ചേരുന്നതിനൊക്കെ ഇത് ഉപയോഗിക്കുക. അതിൻ്റെ വള്ളി ഇലയൊക്കെ ഉപയോഗിക്കുന്നു. അതുകൂടാതെ പുളിയറൽ എന്ന് പറയുന്നത് കഫം, വാതരോഗങ്ങൾ, അർഷസ്, ഗ്രഹണി, അതിസാരം എന്നിവയ്ക്കൊക്കെ ഉപയോഗിക്കാമേ. കഫത്തിന് ഉപയോഗിക്കാം. അതിൻ്റെ ചെടി ഉണ്ടല്ലേ. ചെമ്പരത്തി ഇത് പൂത്ത് നിന്നിട്ടില്ല. ഇത് നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്, പല കളറിൽ കിട്ടും. അതെ. അതുകൂടാതെ അതിന് നിലപ്പന എന്ന് പറയുന്ന ഐറ്റം നമ്മുടെ നീരൂറ്റി കിഴങ്ങിനെ കണക്കാണ് ഇത് ഇരിക്കുന്നത് കേട്ടോ. അത് തിരിച്ചറിഞ്ഞാൽ കൊള്ളാം. അതുകൂടാതെ കച്ചോലം ചുമയ്ക്കും വയനാട്ടത്തിനൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. പിന്നെ പൂവക്കുറുന്തൽ എന്ന് പറയുന്ന ജ്വരം, ചർമ്മരോഗം, കേശ സംരക്ഷണം എന്നിവയ്ക്കൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അത് ഈ സാധനം തന്നെ ഇതുകൊണ്ടല്ലോ. ഇത് ഒരു കൂടെ ഉള്ളൂ. പാറക്കിഴങ്ങെന്ന് പറയുന്ന ഐറ്റമാണ്. ഇത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അർഷസ്, വാദം, അതിസാരം എന്നിവയ്ക്കൊക്കെ ഉപയോഗിക്കാൻ ഇതിൻ്റെ കിഴങ്ങ് ഉപയോഗിക്കാൻ കഴിയുന്നതെന്നാണ് അവർ വെച്ചിരിക്കുന്നത്. മുറിക്കൂടി എന്ന് പറയുന്നത് മുറിവ്, വ്രണ എന്നിവയ്ക്ക് ഉപയോഗിക്കാം. ഇതെല്ലാം അച്ഛനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ ഒരിക്കൽ ഒരിടത്ത് വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു. അയ്യപ്പാന എന്ന് പറഞ്ഞാൽ വിഷം, വ്രണം എന്നിവയ്ക്കൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് കേട്ടോ. അയ്യപ്പാന എന്ന് പറയുന്ന ചെടിയാണ്. ഇത് തയ്യാച്ചൊക്കെ ഒരുപാട് നിൽപ്പുണ്ട് കേട്ടോ. ഇത് എല്ലാവരും നല്ല തയ്യാച്ചൊക്കെ തന്നെ നിൽപ്പുണ്ട്. തഴുത്താമ മൂത്രാശയ രോഗങ്ങൾക്ക്, നീര്, ഹൃദ്രോഗം, പാണ്ട് അങ്ങനെയുള്ളതിനൊക്കെ അത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അതിൻ്റെ വേരാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. കുറുന്തോട്ടി എന്ന് പറയുന്ന ഐറ്റം സാധാരണ നമ്മളെല്ലാ സ്ഥലങ്ങളിലും കണ്ടുവരുന്നതാണ്. നമ്മുടെ നാടൻ പ്രദേശങ്ങളിൽ എല്ലായിടത്തും ഉള്ളതാണ്. ഇപ്പോഴും അത് നമ്മളവിടെയൊക്കെ ഉണ്ട്, നെന്മങ്ങാടൊക്കെ ഏരിയയിലുണ്ട്. വാദം, ക്ഷയം, സ്ത്രീരോഗങ്ങൾ അങ്ങനെയൊക്കെയുള്ള എല്ലാത്തിനും ഉപയോഗിക്കാവുന്നതാണ്. കൈതോന്നി എന്ന് പറയുന്നത് നമ്മളെ എണ്ണ കാച്ചുന്നതിന് ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് കൈതോന്നി. സ്ഥിരരോഗം, മുടി ഒഴിച്ചിൽ, കാഴ്ചക്കുറവ് എന്നിവയ്ക്കൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. കൈതോന്നി നമ്മുടെ വയലുകളിലാണ് ഏറ്റവും കൂടുതൽ ഇത് കാണുന്നത്. പിന്നെ ചെറുള എന്ന് പറയുന്ന ഈ ചെടി ഞാൻ ഇതുവരെ ഇത് കണ്ടിട്ടില്ല കേട്ടോ. ഇതിനെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ പ്രമേഹം, മൂത്രാശയ രോഗങ്ങൾ എന്നിവയ്ക്കൊക്കെയാണ് ഇതിൻ്റെ ഇലയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇത് വേക്കിലൊരു ചെടി നിൽപ്പുണ്ട്. ഇത് നമ്മുടെ വേപ്പാണെന്നാണ് തോന്നുന്നത്. ആര്യവേപ്പ്, അതെ, ആര്യവേപ്പ് തന്നെയാണത്. നമ്മുടെ വീട്ടിലുണ്ടായിരുന്നതാണത് ആര്യവേപ്പ്. ഇത് ഒരുപാട് നമുക്ക് വെള്ളം ശുദ്ധീകരിക്കുന്ന എല്ലാത്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ശംഖുപുഷ്പം, ഇതും നമ്മുടെ സാധാരണ എല്ലാ സ്ഥലങ്ങളിലുള്ളതാണ്. പൂവൊക്കെ ഉള്ളതാണ് കേട്ടോ. ഇതിലിപ്പോൾ പൂത്തിട്ടില്ല. ഇത് പൂവൊക്കെ ഉള്ളതാണ്. ബുദ്ധിശക്തി, ഉറക്കമില്ലായ്മ, ഗ്രന്ഥി, വീക്ക് എന്നിവയ്ക്കൊക്കെ ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കുരുമുളക്, നമ്മുടെ സാധാ നാടൻ കുരുമുളക്. ഇപ്പോൾ ഒരുപാട് ഐറ്റം കുരുമുളക് നമ്മളിവിടെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരുപാട് നമ്മുടെ കഫ രോഗങ്ങൾക്ക്, ജ്വരം, കൃമി, വിഷം എന്നിവയ്ക്കൊക്കെ ഇത് ഉപയോഗിക്കാം.
അതുകൂടാതെ ശതാവരി നാടൻ സാധനമാണ് കേട്ടോ. നമ്മളത് നാടൻ നമ്മുടെ വനപ്രദേശങ്ങളിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നതാണ്. നല്ല സൂപ്പറാണ് കേട്ടോ. ഇത് നമ്മൾ ചെടി ഗാർഡനിലൊക്കെ നിർത്താൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. കറിവേപ്പ്, ഇത് നമ്മുടെ കറിവേപ്പില സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന കറിവേപ്പിലയാണ്. ഇതിപ്പോൾ ആരൊക്കെ കൊണ്ട് പോയിരിക്കുകയാണ്. അത് ഇനി അത് കൂടാതെ ഉള്ളത് ഇത് കാട്ടുനാരകം, പിന്നെ ഇതും കാട്ടുനാരകമാണ് കേട്ടോ. അതുകൂടാതെ ഇത് ചെമ്പകം നമ്മൾ ഒരുപാട് ഗാർഡനിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. പിന്നെ പൂച്ചപ്പഴം എന്ന് പറയുന്ന ഐറ്റം ഇത് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. പിന്നെ ഇത് എന്താണെന്ന് താന്നി എന്ന് പറയുന്ന ഐറ്റമാണ് ഈ നിൽക്കുന്നത് കേട്ടോ. പിന്നെ തോൽ ഞാവൽ എന്ന് പറയുന്ന ഐറ്റമാണ് ഈ നിൽക്കുന്നത്. ഇഞ്ചിപ്പുല്ല്, ഇത് നമ്മൾ സാധാരണ വനത്തിൽ കാണുന്നതാണ്. പിന്നെ ഞാവൽ, അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കേട്ടോ, ഞാവൽ. അതുകൂടാതെ ഞാറ ഈ നമ്മുടെ ഗാർഡനിലൊക്കെ നമ്മൾ ഒരുപാട് കാണിച്ചിട്ടുള്ള ഞാറപ്പഴവും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് കൊച്ചു കുട്ടികൾക്കൊക്കെ അറിയാവുന്നതായിരിക്കും. നമ്മുടെ പണ്ട് കാലങ്ങളിലൊക്കെ ഇപ്പോഴും ഉണ്ടാകുന്നുള്ളതിൻ്റെ അറിഞ്ഞൂടാ. കൽരുദ്രാക്ഷം എന്ന് പറയുന്ന ഒരു ചെടിയാണത്. അതുകൂടാതെ പാരിജാതം, പിന്നെ എന്താണ് പാണൽ എന്ന് പറയുന്ന ഒരു ചെടി. പിന്നെ കൂടാതെ കുമ്പിൾ എന്ന് പറയുന്ന ഒരു ചെടിയാണ് കുമ്പിൾ. പിന്നെ കുന്നി എന്ന് പറയുന്ന ചെടിയാണ് ഈ നിൽക്കുന്നത്. ഇത് കുന്നി എന്ന് പറയുന്ന ചെടിയാണ്. രുദ്രാക്ഷം ഇവിടെ ഒന്നും പോകുന്നത്. പിന്നെ അതുകൂടാതെ നമ്മുടെ അശോക തെറ്റി. ഓക്കെ, പാതിരി എന്ന് പറയുന്ന ഒരു ഐറ്റം ഇപ്പോൾ ചെടി, ആയുർവേദ ചെടിയാണ്. അതുകൂടാതെ മണിമരുത് എന്ന് പറയുന്നത് മണിമരുത് ഇതൊരു ആയുർവേദ ചെടിയാണ്, പ്രമേഹത്തിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അതുകൂടെ നെല്ലി ഇത് പട്ടു നിൽക്കാൻ കേട്ടോ. നെല്ലി നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. അതുകൂടാതെ ഒരു ഐറ്റം നിൽക്കുന്നത് കാര, വളരെ ഗുണപ്രദമായിട്ടുള്ള ഐറ്റം കാര. പിന്നെ മൈല എന്ന് പറയുന്ന ഐറ്റം അത് ആയുർവേദ ചെടിയാണ് കേട്ടോ. യുനാനി രോഗങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞരമ്പോടൽ എന്ന് പറയുന്ന ഒരു ഐറ്റം ഗംഭീര ശരീര ഞരമ്പുകൾക്കൊക്കെ ഉപകാരപ്രദമായിട്ടുള്ളതാണ്. അതുകൂടാതെ കുടകപ്പാല എന്ന് പറയുന്നൊരു ചെടി, പേരാല്, അതായത് പേരാലാണ്. അതിരണി എന്ന് പറയുന്ന ഒരു ചെടി ഇവിടെ നിൽക്കുന്നത്. അതിരണി എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ അതിരണി, ഇത് നമ്മളവിടെയൊക്കെ ഇത് പറഞ്ഞു കേൾക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് എന്തോ കലമ്പെട്ടി എന്നാണ് കേട്ടോ. ഇത് നമ്മുടെ സാധാരണ നാടൻ പ്രദേശങ്ങളിലൊക്കെ ഉള്ളതാണേ. കറവേങ്ങ എന്ന് പറയുന്ന ചെടി കയ്യിൽ നിൽക്കുന്നത്. അതുകൂടാതെ ഇതൊക്കെ നിൽക്കുന്നത് ഇതിൻ്റെ പേരുകൾ എനിക്കറിയാൻ പാടില്ല, ഇത് പേര് എഴുതിയിട്ടില്ല. പിന്നെ ഇവിടെയൊക്കെ കുറേ ചെടികളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ആയുർവേദ ചെടി. അതുകൂടാതെ ഇത് നമ്മുടെ നാടൻ പ്രദേശങ്ങളിലൊക്കെ കാണുന്ന ഒരു ടൈപ്പ് ചെടിയാണ്. ഓക്കെ, പിന്നെ അതുകൂടാതെ ഇത് പൂക്കുന്ന ഒരു ടൈപ്പ് ചെടിയാണ്. നമ്മുടെ ഗാർഡനിലൊക്കെ സാധനം ഉപയോഗിക്കുന്നതാണ്. ഒരു തെറ്റി ഇനത്തിൽ അതേപോലെ പൂത്ത് നിൽക്കുന്ന ഒരു ടൈപ്പ് ചെടിയാണ്. പിന്നെ അതുകൂടാതെ കൂവളം നിൽപ്പുണ്ട്. പിന്നെ മുഞ്ഞ എന്ന് പറയുന്ന ഒരു ചെടി നിൽപ്പുണ്ട്. പിന്നെ കണിക്കൊന്ന ഇതായിരുന്നു കണിക്കൊന്ന പൂത്തില്ല. അത് കണിക്കൊന്നയുടെ തൈയാണ് കേട്ടോ ഈ നിൽക്കുന്നത്. അതുകൂടാതെ എടന, പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട്, അതായത് മുല്ല നിൽപ്പുണ്ട്. മുല്ല നിൽപ്പുണ്ട്. അതുകൂടാതെ ഇവിടെ തൊട്ടടുത്തൊരു വേറൊരു ചെടി നിൽപ്പുണ്ട്. അതായത് കാട്ടു തൃത്താവ് എന്ന് പറയുന്ന ഒരു ചെടി ഇത് നിൽപ്പുണ്ട്. ഇതാണ് അത്. പിന്നെ അതുകൂടാതെ ചിന്ന എന്ന് പറയുന്നത് ഇത് ഒരൈറ്റം നിൽപ്പുണ്ട്. മന്ദാരം എന്ന് പറയുന്ന ഒരു ചെടി നിൽപ്പുണ്ട്. മന്ദാരം തൈ എങ്ങനെ പോകാറായി നിൽക്കുക, അതാണ്ട് നിൽക്കുകയാണ് മന്ദാരം. കരിങ്കുറിഞ്ഞി എന്ന് പറയുന്ന ഒരു ചെടിയാണ് അതിൻ്റെ തൊട്ടിപ്പുറത്തിരിക്കുന്നത്. അതുകൂടാതെ കാട്ടു തെറ്റി, നമ്മുടെ വനപ്രദേശങ്ങളിലുള്ള തെറ്റിയാണ്. സാധാരണ നാടൻ തെറ്റിയല്ല, കാട്ടു തെറ്റിയാണ്. വയണയാണ് നമ്മുടെ സാധാരണ വയണ. നമുക്ക് വയണയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന വയണ എന്ന് പറയുന്നത്. രംഭ എന്ന് പറയുന്ന നമ്മുടെ രംഭച്ചേച്ചിയല്ല, ഇത് വേറെ, ഇത് ചെടിയിൽ പെടുന്നതാണ് കേട്ടോ. പിന്നെ അതുകൂടാതെ ഇതും പൂക്കുന്ന ഒരു ടൈപ്പ് ഗാർഡനിലൊരു ടൈപ്പ് ചെടിയാണ്. നീർമാതളം എന്ന് പറയുന്നത് മാതളത്തിൻ്റെ നീർമാതളം. അതുകൂടാതെ ഓരില, കണ്ടംകാരി ചുണ്ട, അത് നമ്മുടെ ചുണ്ടയാണ് കേട്ടോ. കുഴിനകപ്പാല എന്ന് പറയുന്ന ഒരു ഐറ്റമാണ് ഈ നിൽക്കുന്നത്, കുഴിനകപ്പാല. അതുകൂടാതെ ഇവിടെ ഈ നിൽക്കുന്നത് കരിനൊച്ചി എന്ന് പറയുന്ന ഒരു ഐറ്റമാണ്. കരിനൊച്ചി കേട്ടിട്ടില്ല പേര്, ഇതിൽ ഒരുപാട് പേര് നമ്മൾ കേട്ടിട്ടില്ല കേട്ടോ. നാഗപ്പൂമരം എന്ന് പറയുന്നത് പട്ടു നിൽക്കുന്നത് ഇതാണ് നാഗപ്പൂമരം. അതുകൂടാതെ ആരോഗ്യപ്പച്ച എന്ന് പറയുന്നത് ഇത് ആരോഗ്യപ്പച്ചയാണ്. ഇത് ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ്. ചെറുതേക്ക്, പിന്നെ ഇൻസുലൻ ചെടി എന്ന് പറയുന്നത് ഒരു നിൽക്കുന്നു. മരൽ എന്ന് പറയുന്ന ഐറ്റം, എല്ലൂറ്റി എന്ന് പറയുന്ന ഒരു ഐറ്റം, ഇലഞ്ഞി. അതുകൂടാതെ മലതാങ്ങി എന്ന് പറയുന്ന ഐറ്റം അതാണെന്നാണ് തോന്നുന്നത്, മലതാങ്ങി. പിന്നെ തിപ്പലി, യശങ്ക് ഇപ്പുറത്ത് ഇപ്പോണ്ട്. ആഫ്രിക്കൻ മല്ലിയാണ് ഈ നിൽക്കുന്നത്. ചക്കരക്കൊല്ലി എന്ന് പറയുന്ന ഐറ്റമാണ് ഈ നിൽക്കുന്നത്. അതുകൂടാതെ കസ്തൂരി മഞ്ഞൾ, നമ്മുടെ സാധാരണ സ്ഥലത്തുള്ളതാണ് കസ്തൂരി മഞ്ഞൾ. മുയൽ ചെവിയൻ, ആനച്ചുവടി. ഇതുകൊണ്ട് ആനച്ചുവടി നമ്മുടെ സാധാരണ വനപ്രദേശത്തുള്ള നമ്മളെ വീട്ടിലിപ്പോഴും ഉണ്ടത്, വീട്ടിൻ്റെ അടുത്ത്. ബിഷപ്പച്ച എന്ന് പറയുന്ന ഐറ്റമാണ് ഈ നിൽക്കുന്നത്. മഞ്ഞ കൈതോന്നി, അതാണ് അപ്പുറത്ത് നിൽക്കുക, മഞ്ഞ കൈതോന്നി. അതുകൂടാതെ രാമച്ചം, മുക്കുറ്റി നമ്മളെ ഏരിയയിലൊക്കെ ഉണ്ട്. മുതക്ക്, കുടങ്ങൽ, ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് കേട്ടോ.
ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെ നമുക്ക് ഒരുപാട് വിശേഷപ്പെട്ട ഒരുപാട് ചെടികൾ ഇവിടെ കാണാം. നമ്മുടെ ഇതിൽ ചില ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ പറഞ്ഞു തരുന്നതായിരിക്കും. അത് വരും കാല വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. FB കാണുന്നവർ ഫോളോയും കൂടെ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.